പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, അവിടുത്തേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവമേ, നീ തിരഞ്ഞെടുത്ത നിൻ്റെ അനുഗ്രഹീത പാത്രത്തെ വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃകയും മധ്യസ്ഥയുമായി ഞങ്ങൾക്ക് നൽകി വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ രൂപപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് നിന്നെ സ്തുതിക്കുന്നു. ഈ ലോകം മുഴുവനെയും നിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കടന്നു വന്ന് അമ്മയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന സകലരെയും നിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മേ മാതാവേ, നീ തുണയായിരിക്കണമേ. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിൻ്റെ കൃപയും അനുഗ്രഹവും മറിയത്തിലൂടെ വർഷിച്ച് ഈ ലോകത്തെ മുഴുവൻ സ്നേഹത്തിലും ഐക്യത്തിലും ശാന്തിയിലും സമാധാനത്തിലും കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം പ്രത്യേകമായി ആഗോള ഭിന്നശേഷി സമൂഹത്തെ മുഴുവൻ ലോകം ഓർമ്മിക്കുന്ന സമയമാണ്. നല്ല ദൈവമേ, കൈകളും കാലുകളും ബുദ്ധിയും മനസ്സും തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന നിന്നോട് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഒരമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവുമായി നിൻ്റെ വലിയ കൃപ അവരുടെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും വിതയ്ക്കണമേ. തിരഞ്ഞെടുപ്പുകളും പ്രത്യേകമായ ജീവിതാവസ്ഥകളും നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ നാടിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സുഖാണല്ലോ അല്ലേ? ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ കടന്നു വന്ന് ഈ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി, അമലോത്ഭവ തിരുനാളിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും സമുചിതമായി ഒരുങ്ങുന്ന ദിനങ്ങളാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ഹൃദ്യമായ സ്നേഹാശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും ഹൃദയപൂർവ്വം നേരുകയാണ്. ഇന്ന് ഡിസംബർ 3 ഫ്രാൻസിസ് സേവ്യറിനെ തിരുസഭ അനുസ്മരിക്കുന്ന ദിവസമാണ്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്താണ് ഫലം? ഒരുപക്ഷെ ഈ കാലഘട്ടത്തോട് മുഴുവൻ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഒത്തിരി വളർന്നു നമ്മൾ, എല്ലാ രീതിയിലുമുള്ള സുഖ സൗകര്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളും നമുക്ക് സുലഭമാണ്. ആത്മാവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തീക്ഷ്ണതയും ആത്മാവിലുള്ള സമർപ്പണവും എത്രമാത്രം ഉണ്ട് എന്ന് ധ്യാനിക്കേണ്ട ദിനങ്ങളാണ്. മറിയം അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് ആത്മാവിലുള്ള തീക്ഷ്ണതയും രക്ഷയും അതിനെക്കുറിച്ചുള്ള വിചാരവും നിറഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെയും ഒപ്പം സഭയിൽ നിന്ന് ഓർമ്മിക്കുന്ന ഫ്രാൻസിസ് സേവ്യറിനെയും ഒക്കെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ലോക ഭിന്നശേഷി സമൂഹത്തെ മുഴുവൻ ഓർമ്മിക്കുന്ന ദിവസമാണ്. എത്രയോ കഷ്ടപ്പെടുന്ന മക്കളാണ്. അവർക്കുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലും ആരും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനില്ലാത്ത തരത്തിലുമൊക്കെ സമൂഹത്തിൻ്റെ ചില ഒഴുക്കുത്തുകൾ വളരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് ചേർത്ത് പിടിക്കാം അവരെ. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളുടെ സഹോദരങ്ങളാണ്. ജാതി മത ഭേദ വർഗ ഭേദമന്യേ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അവരെ എല്ലാവരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിന് പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യാം. ഇന്നത്തെ ദിവസം ഡിസംബർ 3 പാറേപ്പള്ളി പ്രത്യേകമായി ഓർമ്മിക്കുന്നത് മറിയം വിശ്വാസികളുടെ മാതാവ്, ക്രൈസ്തവ സഹനത്തിന് മാതൃകയായ പരിശുദ്ധ അമ്മ.
ഇതിനെക്കുറിച്ച് പ്രത്യേകമായി നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറിയം നമ്മുടെ ഓരോരുത്തരുടെയും മാതാവാണ്, സഭയുടെ മാതാവാണ്. ഒപ്പം സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ധീര വനിത കൂടിയാണ് മറിയം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, വത്തിക്കാൻ്റെ വിശ്വാസ കാര്യാലയം ഡൈക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് നവംബർ 4 2025 നവംബർ 4 ഒരു ഉപദേശ അല്ലെങ്കിൽ ഒരു നിർദ്ദേശക കുറിപ്പ് പുറത്തിറക്കി. മാത്തർ പോപ്പുളി ഫിദലിസ്, വിശ്വാസികളുടെ അമ്മ എന്നാണ് ആ പ്രബോധനത്തിൻ്റെ പേര്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ലിയോ 14 പാപ്പായുടെ അംഗീകാരത്തോടുകൂടി ആഗോള സഭയിൽ വത്തിക്കാൻ്റെ വിശ്വാസ കാര്യാലയം പുറപ്പെടുവിച്ച മറിയത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയതുമായ ഒരു പ്രബോധനമാണ് മാത്തർ പോപ്പുളി ഫിദലിസ്, വിശ്വാസികളുടെ അമ്മയായ മറിയം എന്ന തലക്കെട്ടോടുകൂടെ അവർ പ്രസിദ്ധീകരിച്ച ഒരു കാര്യം. ഇതിനെക്കുറിച്ച് ഒത്തിരിയേറെ ചർച്ചകളും സംഘർഷങ്ങളും സന്ദേഹങ്ങളും നമ്മുടെ ഇടയിലുമുണ്ട്, പുറത്തുമുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ പാലക്കാട് ഒരു ദൈവാലയത്തിൽ ഒരു ദിവ്യകാരുണ്യ കൺവെൻഷന് പങ്കെടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്തായ ഒരച്ഛൻ എന്നെ ഒരു വാട്സപ്പ് ഓഡിയോ സന്ദേശം കേൾപ്പിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. എടി, നീ അറിഞ്ഞോ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്? മറ്റവൾ ചോദിച്ചു, എന്തേടി ബാഡ് ന്യൂസ്? നീ അറിഞ്ഞോ ഈശോയെ വളർത്തിയ അമ്മയെന്ന് പറയണ മറിയം ഉണ്ടല്ലോ, ആ മറിയത്തിൽ നമ്മൾ വിശ്വസിക്കുകയോ പ്രത്യേകിച്ച് അവളെക്കുറിച്ചൊന്നും പറയുകയോ ചെയ്യേണ്ടെന്ന് ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു. എന്തൊരു കഷ്ടമല്ലേടി, ഇവർക്കൊക്കെ ഇതെന്തു പറ്റി? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളുടെ സംഭാഷണമാണ്. ഒരു തരത്തിൽ ഇത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്, കാരണം കുഞ്ഞുങ്ങളിൽ പോലും തിരുസഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും ദിശാസൂചികകളെക്കുറിച്ചും ഇതുപോലെയുള്ള ചിന്തകൾ ഉദിക്കുന്നല്ലോ എന്നുള്ള ഒരു കാര്യം. കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ അവരിലേക്കെല്ലാം ഇത് എത്തുന്നുണ്ട് എന്നുള്ള ഒരു നല്ല കാര്യം അങ്ങനെയുണ്ട്. അതേസമയം അതിനകത്തൊരു ഉത്കണ്ഠയുമുണ്ട്. ഇതൊരു ബാഡ് ന്യൂസായിട്ടാണ് പൊതുവെ എല്ലാവരും എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു ബാഡ് ന്യൂസാണോ? അല്ല. നമുക്കറിയാം, ഈ പാറേപ്പള്ളിയുടെ തീർത്ഥകേന്ദ്രത്തിലേക്ക് വരുന്ന നാനാജാതി മതസ്ഥരായ സകലർക്കും അമ്മ എന്ന് പറയുന്ന എല്ലാ വികാരങ്ങളും സംഗ്രഹിച്ചിരിക്കുന്ന ഈ അക്ഷരം 2 അക്ഷരം അമ്മ എന്ന ഈ അക്ഷരക്കൂട്ടിൽ ജീവിതത്തിൻ്റെ മുഴുവൻ കൃപകളും അനുഗ്രഹങ്ങളും തേടിയണയുന്ന മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രയേറെ സമ്പുഷ്ടമാണ്. എന്തുകൊണ്ടാണ് പിന്നെ തിരുസഭ ഇങ്ങനെയൊരു പ്രബോധനം ഈ 2025 നമുക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലിയോ 14 മാർപ്പാപ്പ അല്ലെങ്കിൽ ഡൈക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യാലയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞത്? നമുക്കറിയാം, 2 അഭിധാനങ്ങൾ, 2 സംജ്ഞകൾ, പേരുകൾ മറിയത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കരുത് എന്ന ഒരു താക്കീത്, ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതിലൊന്ന് സഹരക്ഷിക. സാധാരണ നമ്മൾ പറയണത് സഹരക്ഷക എന്ന, അത് തെറ്റാണ്. സഹരക്ഷിക എന്ന് തന്നെ പറയണം. സഹരക്ഷിക എന്ന പദം കോ റെദംത്രിക്സ്, അത് മറിയത്തെക്കുറിച്ച് ഇനി ഉള്ള വിശേഷണമായി ഉപയോഗിക്കരുത്. 2ാമത് പറയുന്നത് മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ. ഈ 2 കാര്യങ്ങൾ നമ്മൾ മറിയത്തെക്കുറിച്ച് പറയണ്ട എന്ന് സഭ ഒരമ്മയുടെ വാത്സല്യത്തോടുകൂടെ നമ്മളെ തിരുത്തി തരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചിട്ടാണ്.
ഈ പ്രബോധനത്തിൻ്റെ ആദ്യ ഭാഗത്ത് മനോഹരമായി എന്തുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങൾ, നാമവിശേഷണങ്ങൾ മറിയത്തിൻ്റെ പേരിനോടുകൂടെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, കാലം ഒത്തിരി മാറി. ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ മേഖലകളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെയും നിൽക്കുന്നവരെയൊക്കെ പുകഴ്ത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, പകരങ്ങളില്ലാത്ത അമരക്കാരൻ, അല്ലേ, ഉടയാത്ത കരുത്ത്, ഗർജിക്കുന്ന സിംഹം, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേരിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അത് ഈ ലോകത്തിൻ്റെ വഴി അതവരങ്ങനെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷെ സഭയിൽ വിശ്വാസത്തിൻ്റെ പ്രബോധന മേഖലയിൽ മറിയത്തെക്കുറിച്ച് കഴിഞ്ഞ 3 ദശകങ്ങൾ 30 വർഷങ്ങളായി കത്തോലിക്കാ സഭയിൽ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണ്, അതിനുള്ള ഒരു വിശദീകരണമാണ് ഈ ഉപദേശക കുറിപ്പ് അല്ലെങ്കിൽ മരിയാലിസ് കുൾത്തൂസ് എന്ന് പറയുന്ന പ്രബോധനം, റെദംതോറിക്സ് രക്ഷകൻ്റെ അമ്മ എന്ന് പറയുന്ന പ്രബോധനം. ഇതിനൊക്കെ ശേഷം കടന്നു വന്ന ഈ മറിയത്തെക്കുറിച്ചുള്ള ഈ ദിശാസൂചി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ദിശാസൂചിയിലൂടെയാണ് യഥാർത്ഥ വിശ്വാസ വഴിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, മറിയത്തെക്കുറിച്ച്, മറിയം ദൈവത്തിലും അപ്പുറമാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ വിശ്വാസം ഒരു തരത്തിൽ ഭക്തിയായി രൂപപ്പെടുകയും അതിസാധാരണത്വം അതിന് കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യവും നാളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ വിദേശത്തുണ്ടായിരുന്ന സമയത്ത് ഒരു ചേട്ടൻ പള്ളിയിൽ വരില്ല, കുർബാനയിൽ പങ്കെടുക്കില്ല. അപ്പം ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ പള്ളിക്കൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചു. വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഫാത്തിമയിലും ലൂർദിലും പോയിട്ടുണ്ട്. ഓർമ്മിക്കണം, ഒരു വിശ്വാസി ഫാത്തിമയിലും ലൂർദിനും മാതാവിൻ്റെ നടയിൽ പോയിട്ടുണ്ട്, എൻ്റെ ജീവിതം സാഫല്യമായി എന്ന് കരുതുന്ന ഒരു പ്രവണത, വിശ്വാസത്തിൻ്റെ നേർവഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവണത ഉണ്ടായി. ഇത് നമ്മുടെ നാട്ടിലുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും മരിയൻ കേന്ദ്രങ്ങളിലുമെല്ലാം നമ്മൾ ചെന്നാലും ഒരുപക്ഷെ നമ്മുടെ രോഗത്തിൻ്റെ ആധിക്യം കൊണ്ടോ ജീവിതത്തിൻ്റെ ദുഃഖാനുഭവങ്ങൾ കൊണ്ടോ സങ്കടങ്ങൾ കൊണ്ടോ ഒക്കെ ഒരുപക്ഷെ അവിടുന്ന് തരുന്ന പേപ്പർ പോലും കലക്കി കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തലങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. സഭ പഠിപ്പിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ആവേശത്തിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപഭ്രംശങ്ങൾ, വഴിമാറിപ്പോക്കലുകളാണ് ഇത് മുഴുവൻ. ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് കാര്യങ്ങളും സഭയിലും സഭയോട് ചേർന്നും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മറിയത്തെ സഹരക്ഷികയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോ റെദംത്രിക്സ്, കും എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്, വാക്കിൽ നിന്നാണ് അത് വരുന്നത്. കോ എന്ന് പറഞ്ഞാൽ കൂടെ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, തുല്യ എന്ന അർത്ഥമില്ല. ഈ ഒരു തിരിച്ചറിവ് മനസ്സിലാകാത്ത വിധത്തിൽ സമൂഹം ഇങ്ങനെ മറിയത്തെ, നമുക്കറിയാം, പെട്ടെന്നൊരു അമ്മയോടാണ് നമുക്ക് അടുപ്പം തോന്നുന്നത് എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ആ അമ്മയുടെ ചിത്രവും അമ്മയുടെ രൂപവും അമ്മയോടുള്ള അടുപ്പവും പ്രകടിപ്പിക്കുന്ന മനുഷ്യനെ കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ സഭ കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ അനുസരിച്ച് സഭാമക്കളെ വിശ്വാസത്തിൽ വഴി നടത്തേണ്ടവളാണ് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായ മരിയ ഭക്തി എന്താണെന്നും ദൈവവിശ്വാസം എന്താണെന്നും വേർപിരിച്ച് നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് ഈ വഴിയെ നടക്കുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സഭ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, മറിയം സഹരക്ഷിക അല്ല. രക്ഷിച്ചവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. മംഗളവാർത്ത കാലത്താണ് ആരാധനക്രമവത്സരത്തിൽ ഏകരക്ഷകന്റെ മാധ്യസ്ഥ്യവും ഏകരക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു സഭയും സമൂഹവും തിരുക്കുമാരൻ്റെ ജനനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മംഗളവാർത്തയുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇക്കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഭ. അതുകൊണ്ട്
കാലഘട്ടത്തിൽ മറിയത്തെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കണം എന്നുള്ള ചിന്താഗതികളും അല്ലെ ദൈവത്തോടൊപ്പം പ്രതിഷ്ഠിക്കണം എന്ന ചിന്താധാരകളും ഉണ്ടായ സമയത്താണ് സഭ തക്കതായ ഒരു മറുപടി അതിന് നൽകുന്നത്. മറിയം സഹരക്ഷികയല്ല, എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമല്ല. പിന്നെ മറിയം ആരാണ്? നമുക്കറിയാം, പരമ്പരാഗതമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ മറിയത്തോടുള്ള ഭക്തി സഭയിൽ അത്ര സജീവമായിരുന്നു. വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം മരിയാലിസ് കുൾത്തൂസ്, മരിയ ഭക്തി എന്ന് പറയുന്ന പ്രബോധനം, റെദംതോറിസ് മാതർ, രക്ഷകന്റെ അമ്മ എന്ന് പറയുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനം, ഇതെല്ലാം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് ആദ് ജീസസ് പെർ മറിയ. ഈശോയിലേക്ക് മറിയത്തിലൂടെ നടന്നു പോകുന്ന ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. മറിയത്തിലൂടെ ഈശോയിലേക്ക് എത്തുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. എവിടെയെല്ലാം ഭക്തി വിശ്വാസത്തെ മറികടന്നോ അവിടെയെല്ലാം വഴി പിരിയൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കൃത്യമായ ഒരു പ്രബോധനം നൽകിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നും നമ്മുടെ ഭക്തി ഏതെല്ലാം മേഖലകളിൽ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചും സഭ നമുക്ക് പ്രബോധനം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം സഭയുടെ മക്കളായിരിക്കുന്നതിൽ. ഇതിലൂടെ മറിയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ വളർന്നു വരുന്ന മരിയ ഭക്തി പ്രകടനങ്ങൾ, ജപമാല, നൊവേന, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഭ നിരാകരിച്ചോ? ഒരിക്കലുമില്ല. കാരണം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ എന്ന് പറയുന്ന പ്രബോധനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈശോ മിശിഹായാകുന്ന ഏക രക്ഷകന്റെ രക്ഷണീയ കർമ്മത്തിൽ ചേർന്ന് നിന്ന, പൂർണ്ണമായിട്ട് സഹകരിച്ച, ആമേൻ പറഞ്ഞ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ മഹത്വം വെളിപ്പെടുത്തിയ മറിയത്തെ സഭ എന്നും വണങ്ങുകയും അവൾക്ക് വേണ്ട സ്ഥാനം നൽകി അവളെ കരുതുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവത്തോടൊപ്പമല്ല. കാലിത്തൊഴുത്തിൽ അവൾ ഉണ്ടായിരുന്നു, കാനായിൽ ഉണ്ടായിരുന്നു, കാൽവരിയിലും ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ദൈവമല്ല, ദൈവസ്ഥാനീയയുമല്ല, ദൈവതുല്യയുമല്ല. മറിച്ച് ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി ഈ മനുഷ്യവംശത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കും ദൈവത്തിൻ്റെ ഹിതത്തിനും സ്വയം അടിയാട്ടി പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിശ്വാസികളുടെ അമ്മയായി മാറുന്ന മറിയം, കാനായിലെ അത്ഭുതത്തിന് നമുക്കറിയാം, ശിഷ്യന്മാർ കണ്ടതുകൊണ്ട് വിശ്വസിക്കുന്നു, മറിയം കാണാതെ വിശ്വസിക്കുന്നു എന്നതാണ് ഈ സഭയുടെ അമ്മ എന്ന നിലയിൽ മുന്നേ പോകാൻ അവൾക്ക് ഇത്രയേറെ സ്ഥാനം സഭയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ശിഷ്യന്മാര് കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നു, കാണാതെ വിശ്വസിച്ച മറിയം, ആ മറിയത്തിലാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഈ ലോക ജീവിതത്തിൻ്റെ യാത്രയിൽ സങ്കടസങ്കുലമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര ഏതെല്ലാം തരത്തിൽ ദൈവമാകുന്ന ഏക കേന്ദ്രത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സഭയൊരിക്കലും ജപമാലയോ മാതൃഭക്ത പ്രകടനങ്ങളോ നൊവേനകളോ ഇതൊന്നും വിലക്കുകയില്ല. അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് പാറയിൽ പള്ളിയിൽ ഇന്ന് കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. സഭയെ കുറ്റം പറയാനല്ല, മറിച്ച് സഭ യഥാർത്ഥ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിശ്വാസത്തിൻ്റെ വഴിത്താരയിൽ നയിക്കുന്നതിൽ അഭിമാനിക്കാനാണ് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കേണ്ടത്. ഒരുപക്ഷെ സഹരക്ഷിക എന്ന് മറിയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏകരക്ഷകനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ഉടയൽ സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവിടെ ചിലപ്പോൾ പരാജയം സംഭവിക്കാം. അതുകൊണ്ടാണ് സഹരക്ഷിക എന്ന് മറിയത്തെ വിളിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതിലൊക്കെ എത്ര ഹൃദ്യമാണ്. വിശ്വാസികളുടെ അമ്മയാണ്, സഭയുടെ മാതാവാണ് അവൾ എന്ന് പറയുന്നത്. ആ ഒരു സംബോധനയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഭയാകുന്ന ഈ ഗാത്രം, മിശിഹായുടെ ഗാത്രത്തിൽ രക്ഷകന്റെ രക്ഷണീയ കർമ്മങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച വിധത്തിൽ മറിയം എന്ന് പറയുന്ന വ്യക്തിയുടെ വിശ്വാസ വഴിത്താരകളെ നോക്കിക്കൊണ്ട് ഈ മരിയൻ ഭക്തി അഭ്യാസങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നേർരേഖ പാത നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക, ഈ സഹരക്ഷിക എന്ന പദം അതല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. വിശ്വാസികളുടെ അമ്മ എന്ന് പറയുന്ന ആ
അഭിസംബോധനയാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും അവൾ അമ്മയാണ്, വിശ്വസിച്ച സകലർക്കും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം കണ്ടുകൊണ്ട് സകലരും ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ അവസാനം കുറിച്ചു വച്ചിരിക്കുന്നതിൻ്റെ കാരണം മറിയം പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ: അവൻ പറയുന്നത് ചെയ്യുക. സഭയുടെ വിശ്വാസ പാരമ്പര്യം എടുത്താൽ ഒരിക്കലും മറിയത്തെ സഹരക്ഷികയെന്നോ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയെന്നോ സഭ പഠിപ്പിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. പക്ഷെ ചില ഭക്തസംഘടനകളും ചില വിശുദ്ധരുമൊക്കെ ഭക്തി പാരവശ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ സഭയുടെ വിശ്വാസ സത്യപ്രബോധനമായിട്ട് ഇന്ന് വരെ ഇക്കാര്യം പഠിപ്പിച്ചിട്ടില്ല. 4 വിശ്വാസ സത്യങ്ങളാണ് മറിയത്തെക്കുറിച്ചുള്ളത്. 1, അവൾ അമലോത്ഭവയാണ്, നിത്യ കന്യകയാണ്, ദൈവമാതാവാണ്, സ്വർഗാരോപിതയാണ്. ഈ 4 വിശേഷണങ്ങൾക്കപ്പുറം എന്താണ് മറിയത്തെക്കുറിച്ച് പറയേണ്ടത്? അതുകൊണ്ട് ഒരിക്കലും മറിയത്തിൻ്റെ സ്ഥാനമോ സഭയിൽ അവൾക്കുള്ള, നമ്മുടെ ജീവിതത്തിൽ അവൾക്കുള്ള സ്ഥാനമോ ഇകഴ്ത്തിക്കാട്ടാനല്ല സഭ ഇങ്ങനെ ഒരു പ്രബോധനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. നേർവഴിയെ നടന്ന് നീങ്ങിക്കൊണ്ട്, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഭക്തിയേക്കാൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മുന്നേറാനുള്ള ഒരു ജീവിതത്തിൻ്റെ അടയാളവും നിർദ്ദേശവുമാണ് സഭ ഇതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുക. നമുക്കറിയാം, വേദപുസ്തകം പരിശോധിച്ചാൽ മറിയത്തിൻ്റെ ഈ പ്രമുഖമായ സ്ഥാനത്തിനുള്ള അടിത്തറ നമുക്കവിടെ കാണാം. ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവദൂതൻ കടന്നു വന്ന് പിറക്കാനുള്ള ഇടം ചോദിക്കുന്നത് മറിയത്തോടാണ്. ആ ദൈവഹിതത്തിൻ്റെ മുമ്പിലാണ് അവൾ സ്വയം സമർപ്പിക്കുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. ഇതാണ് മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായി നിൽക്കുന്ന, വിശ്വാസ ജീവിതത്തിന് അമ്മയായി നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇതാണ്. ഏത് സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും രക്ഷകന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ഥാനം, വിശ്വാസികളുടെ അമ്മ, മാതാവ്, സഭയുടെ മാതാവ് എന്ന ആ സ്ഥാനം സ്വീകരിക്കുമ്പോൾ ഒരു സ്ത്രീ കടന്നു പോകേണ്ട ജീവിതത്തിൻ്റെ മുഴുവൻ യാതനകളും കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവൾ സ്വയം സമർപ്പിക്കുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ, ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാ നമ്മൾ, ഏതെല്ലാം തരത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതമാണ് നമ്മുടേത്. ഈ ജീവിതത്തിനിടയിൽ ഇതുപോലൊരു അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മുന്നേ പോയി നമുക്ക് ഓരോരുത്തർക്കും മാതൃക നൽകിക്കൊണ്ട് ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ചങ്കും ചക്രവാളവും എന്ന് പറഞ്ഞു തരാൻ, അവനെ നോക്കാനും അവൻ പറയുന്നത് ചെയ്യാനും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ചൂണ്ടുപലക, മറിയം എന്ന് പറയുന്ന ഈ ഹൈപ്പർദൂളിയ, ഏറ്റവും വലിയ വിശുദ്ധിയുടെയും ഭക്തിയുടെയും വണക്കത്തിൻ്റെയും പാത്രമായ ഈ സ്ത്രീ രത്നം നമ്മളെ ഓരോരുത്തരെയും അഭിമാനപൂർവ്വം വിളിക്കുന്നത് അങ്ങോട്ടേക്കാണ്, ഈശോയിലേക്കാണ്, ദൈവപുത്രനിലേക്കാണ്. കാരണം അവനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകർമ്മമാണ് നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം അടിയറവ് വയ്ക്കുന്ന മറിയത്തെ, ഒരു ജീവിതത്തിൻ്റെ സങ്കടസങ്കുലമായ യാത്രകൾ മുഴുവൻ കൺമുമ്പിൽ കാണുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാൻ പോന്ന വിശ്വാസത്തിൻ്റെ കരുത്ത് ആർജിച്ചവളാണ് മറിയം. കാനായിൽ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചുകൊണ്ട് രക്ഷണീയ കർമ്മങ്ങൾക്ക് പ്രോദ്ഘാടനം ചെയ്യുന്ന നിമിഷം മറിയം അവിടെ ഉണ്ടായിരുന്നു സാന്നിധ്യമായിട്ട്. എല്ലാ രക്ഷാകരമായ അനുഭവത്തിലും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അതിനുവേണ്ടിയാണ് സഭ നമ്മളെ മടിയിലിരുത്തി നമ്മളെ ഉപദേശിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവിടെ വെച്ചും അവൾ പറഞ്ഞത് അതാണ്, അവൻ പറയുന്നത് ചെയ്യുക. വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചുകൊണ്ട് അവൾ നമുക്ക് ഓരോരുത്തർക്കും മുന്നോടിയായി ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ ദൈവം കൂടെയുണ്ട്, ഇമ്മാനുവൽ എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉറപ്പിച്ചവളാണ് മറിയം. ഇത് തന്നെയാണ് കാൽവരിയിൽ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും ദാരുണമായ രംഗങ്ങൾക്ക് ചുവട്ടിൽ മറിയം നിവർന്നു നിന്നു എന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുകയും
ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന് കരുത്തും ബലവും നൽകിക്കൊണ്ടാണ് മറിയം വിശ്വാസികളുടെ മാതാവും സഭയുടെ അമ്മയുമായിട്ട് നിലകൊള്ളുന്നത് എന്ന് ഓർമ്മിക്കണം.